ലക്ഷം വിദേശ സഞ്ചാരികൾക്ക് വിസ ഇളവ് പ്രഖ്യാപിച്ച ഇന്ത്യ. ടൂറിസം രംഗത്ത് ഇത് ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പാണ്. ഇന്ത്യയിലെത്തുന്ന 1 ലക്ഷം വിദേശ സഞ്ചാരികളിൽ നിന്ന് വിസ ഫീസ് ഈടാക്കില്ല. 60 ദിവസം വരെയാണ് ഇതിന്റെ കാലാവധി. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ചലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായാണ് സുപ്രധാന പ്രഖ്യാപനം. രാജ്യത്തിന്റെ ടൂറിസം സാധ്യതകളെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഈ നീക്കം നിർണായകമാകുമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഡെസ്റ്റിനേഷനുകളെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യോമയാനം, റെയിൽവേ മന്ത്രാലയങ്ങളുമായി സഹകരിച്ചാവും ഇവ വികസിപ്പിക്കുക. ഇന്ത്യൻ ടൂറിസത്തിന്റെ മുഖമുദ്രയാകും ഈ സ്ഥലങ്ങൾ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും ടൂറിസം മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രദേശവാസികളുടെ പങ്കാളിത്തവും ഉറപ്പാക്കും. രാജ്യത്തിന്റെ ടൂറിസം സാധ്യതകളെ ലോകത്തിനു മുൻപിൽ എത്തിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം വകുപ്പ്, വ്യോമയാനം, റെയിൽവേ ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായും സംസ്ഥാന സർക്കാരുമായും സഹകരിച്ച ഈ ഡെസ്റ്റിനേഷനുകളെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കും. ഈ ഡെസ്റ്റിനേഷനുകളെ ലോക നിലവാരത്തിൽ നവീകരിക്കും. ഇന്ത്യൻ ടൂറിസത്തിന്റെ പര്യായങ്ങളായി ഈ ടൂറിസം കേന്ദ്രങ്ങൾ മാറും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും ടൂറിസം മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക. പ്രാദേശികവാസികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തും. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകും. 1 ലക്ഷം വിദേശികൾക്ക് വിസ ഇളവ് പ്രഖ്യാപിച്ചത് രാജ്യത്തേക്ക് കൂടുതൽ സഞ്ചാരികളെത്താൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, UAE എന്നീ രാജ്യങ്ങളിലെ സഞ്ചാരികൾക്ക് ഇന്ത്യ വിസ ഓൺ അറൈവൽ പ്രഖ്യാപിച്ചിരുന്നു. 60 ദിവസം വരെയായിരുന്നു ഇതിന്റെ കാലാവധി. ഇത് കൂടുതൽ രാജ്യങ്ങൾക്ക് നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1 ലക്ഷം വിദേശികൾക്ക് വിസ ഇളവ് പ്രഖ്യാപിച്ചത് രാജ്യത്തേക്ക് കൂടുതൽ സഞ്ചാരികളെത്താൻ കാരണമാകും. നേരത്തെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, UAE എന്നീ രാജ്യങ്ങളിലെ സഞ്ചാരികൾക്ക് ഇന്ത്യ വിസ ഓൺ അറൈവൽ പ്രഖ്യാപിച്ചിരുന്നു. ഗ്രാമീണ വിനോദസഞ്ചാരം ഇന്ത്യയിൽ പ്രചാരം നേടുകയും വരും വർഷങ്ങളിൽ വിനോദസഞ്ചാരത്തിന്റെ ഒരു പ്രധാന വിഭാഗമായി മാറുകയും ചെയ്തു. ഗ്രാമീണ വിനോദസഞ്ചാരത്തിന് കീഴിൽ സന്ദർശകർ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ സംസ്കാരം, പാരമ്പര്യങ്ങൾ, പ്രകൃതി സൗന്ദര്യം എന്നിവ അനുഭവിച്ചറിയുന്നു. രാജസ്ഥാനിലെ പുഷ്കർ, കേരളത്തിലെ കുമരകം, മേഘാലയയിലെ മൗലിനോ, ഗുജറാത്തിലെ കച്ച്, ഉത്തരാഖണ്ഡിലെ റാന്നിഖേത് എന്നിവ ശ്രദ്ധേയമായ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. കൂടാതെ സിക്കിമിലെ യുക്സോം, പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതൻ, മഹാരാഷ്ട്രയിലെ വായ് എന്നിവയും പ്രധാന ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വിനോദസഞ്ചാരികൾക്ക് ലഭ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാരും പ്രാദേശിക സമൂഹവും വിവിധ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.